എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചേ. ഡ്രസ് കാണിച്ചേ. ഞാനിന്ന് വിയർ ചെയ്തിരിക്കുന്നത് മേടിച്ച പാന്റും മേടിച്ച മേടിച്ചത് ഷൂവും ഷീൽഡ് മേടിച്ച ടോപ്പും ഈ ഒരു ഷർട്ടുമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാൻ? എന്താ വിയർ ചെയ്തിരിക്കുന്നത്? കോൺവേഴ്സിന്റെ ഷൂവ്, മിക്കി മൗസ് ഡിസ്നിയുടെ ഡ്രസ്. പിന്നെ അമ്മി കണ്ണെഴുതിയപ്പോ 2 വാലും കൂടെ ഇട്ട് തരാൻ പറഞ്ഞു. 2 വാലിട്ടിട്ടുണ്ട്. ഞങ്ങള് പൊട്ട് കുത്തിയിട്ടുണ്ട്. നിങ്ങള് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? നമുക്ക് വേറെ ചെയ്തിരിക്കുന്ന ബാഗ് ഏതാണ്? ചെയ്തിരിക്കുന്ന ബാഗ് ഇന്നലെ ലോക്കൽ സീറ്റിൽ നിന്ന് മേടിച്ച ആന ബാഗ്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? മറ്റേ പിള്ളേര് വളരും തോറും അവരുടെ ഡൈപ്പർ ബാഗിന്റെ റൈറ്റ് സൈഡ് ഐറ്റംസും അയ്യോ അത് അതൊക്കെ പോയി വീഴല്ലേ. നീളം കൂടി പോയി. നിന്നോട് കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞാൽ നീ കണ്ണ് തുറക്കും. അയ്യോ ആശേച്ചി വിളിച്ചാൽ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാണല്ലോ ഫോൺ. ആശേച്ചി എന്നെ വിളിക്കുന്നല്ലോ. ചെന്ന് വിളിച്ചേ. ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നല്ലോ. ഇങ്ങനെ ഞാനില്ല. ചായ അല്ലേ? ചായ ഗ്ലാസ്സിൽ വേണോ? എടുത്തുണ്ട് കേട്ടോ. മാറ്റേക്കാം. ഓക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേ. അങ്ങനെ മീൻ്റെ ഒക്കെ ഒരു നോട്ടം കണ്ടിട്ട് പേടിയാണ്. തിരിച്ചു വരുമ്പോഴേ ഈ ഡോൾഫിൻ ഷോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ട് 1 അവർ തായ് മസാജിന് കയറിക്കോ. നല്ലതാണേ, നല്ല സൂപ്പറാ. ഇത്ര ഒന്ന് ആലോചിച്ചാൽ മതി. സുന്ദരികളായ തായ് ലേഡീസ്. അല്ല നല്ലതാണേ, മസാജ് നല്ലതാ. അല്ല അതാ പറഞ്ഞേ. എന്നാ പൊന്നെ കൊച്ചിന് വേണോ തായ് മസാജ്? എന്നാ കൊച്ചും അപ്പയും കൂടെ തായ് മസാജിന് കയറിക്കോ. ബൈ. മതി മതി മതി. ഇനി ഓഫ് ചെയ്ത് തരാം. വണ്ടി വന്നു നമ്മുടെ. ഓക്കെ. ഞങ്ങളുടെ അടുത്ത് ആശ ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഡോൾഫിൻ ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിനെ ഇഷ്ടമാണ് ഡോൾഫിൻ അല്ല പൊന്നെ? എസിൽ ഇഷ്ടമാണോ ഡോൾഫിനെ? നമ്മൾ എവിടെ പോണേ? ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ എല്ലാരോടും. അപ്പടെ കൈ പിടിച്ചോ. നമ്മള് ഈ മാമനെ കൊണ്ടോണം നമ്മള് ഡോൾഫിൻ ഷോയ്ക്ക്. എന്നാ ഇത് പിടിക്ക്. ഇവിടെ വന്ന് നിക്ക്. ഫോട്ടോ എടുക്കുക അവര്. ബാബാ കൊച്ചിനെ പിടിച്ചോ. അമ്മയാണോ അതേ കയറണ്ടേ?
ഓക്കെ അമ്മി അതും കയറി നേസിൽ ബാ അപ്പ അമ്മി നീങ്ങിയിരിക്കും ഇങ്ങോട്ടാ അമ്മേൻ്റെ അടുത്തോട്ട് നീങ്ങിയിരിക്കേ ഇത് കുഴപ്പമില്ല സേഫ്റ്റി ഫസ്റ്റ് ആ സീറ്റ് ബെൽറ്റ് ഇട്ടോ ഒറ്റ സീറ്റ് ബെൽറ്റ് ഇട്ടോ ബട്ട് ഗുഡ് ക്ലൈമറ്റ് ഓഫായി പോയി ബട്ട് ഗുഡ് കണ്ണ് എഴുതി പൊട്ട് കുത്തി ഡോൾഫിൻ ഷോയ്ക്ക് പോവാ In Qatar, temperature 48 hot. തിരിക്കണ്ട അത് ഓഫ് ചെയ്ത് വെച്ചേരാ ഓക്കെ ഓഫ് ചെയ്ത് ഇവിടെ ഡോൾഫിൻ ബേ ടൈഗർ കിങ്ഡത്ത് ഞങ്ങൾ പോണില്ല കാരണം എനിക്ക് പേടി പിന്നെ നമുക്ക് പിന്നെ അടിച്ചു പറ്റും നമുക്ക് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ഇവിടെ കാർണിവൽ മാച്ച് അക്വേറിയം ഇവിടെ ആ ഇത് ഓക്കെ ഇത് എയർ ടിക്കറ്റ് അല്ല എയർ ടിക്കറ്റ് ആ ഇവിടെ പോണേ കാർണിവൽ മാജിക് ഫയർ ക്രാക്കർ അല്ലേ പടക്കം ആന ഇത് ജെംസ് ജ്വല്ലറി ഇങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ അയ്യോ എനിക്ക് പാരാഗ്ലൈഡിങ്ങിന് വേണമായിരുന്നു ഞങ്ങളുടെ ഡ്രൈവറിന്റെ പേര് ലക്ക് മിസ്റ്റർ ലക്ക് ഞങ്ങൾ ഡോൾഫിൻ ഷോയ്ക്ക് എത്തി 45 മിനിറ്റ് ഡ്രൈവ് ടിക്കറ്റ് ഒന്നും എടുക്കണം ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ എടുത്തതാണ് ഫോട്ടോ വിത്ത് ഡോൾഫിൻ 500 തായ് ബാർ അതായത് ഖത്തർ റിയാൽ 50 റിയാൽ 4000 അതായത് 400 റിയാലോ 400 റിയാൽ ഇവിടെ കുട്ടികളുടെ ടിക്കറ്റ് ഹൈറ്റ് വൈസ് ആണ് 90 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല 90 എബോവ് ആണെന്നുണ്ടെങ്കിൽ അഡൾട്ട്സിൻ്റെ പോലെ തന്നെ ഏത് ടിക്കറ്റാണോ എടുത്തേക്കുന്നത് അത് തന്നെ പിള്ളേർക്കും എടുക്കണം അപ്പോൾ ഇതിന് 90 എബോവ് ഹൈറ്റ് ആയതുകൊണ്ട് അവർ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ 50 റിയാൽ കൊടുത്ത് ഒരു ടിക്കറ്റും കൂടെ എടുത്തു അവളുടനെ അവിടെ ഒരു ഐസ്ക്രീം പാർലർ കണ്ട് അത് വേണമെന്നും പറഞ്ഞിട്ട് റിജോനെ ഇരുത്തി പൊറപ്പിക്കാതെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൈ പിടിച്ചു തിന്നാൻ പറ്റൊന്നുമില്ല പിന്നെ കാണുമ്പോൾ ഒരു മനസുഖം മേടിക്കാൻ അങ്ങനെ മേടിപ്പിച്ചു ഡോൾഫിൻ ഷോ ഇത് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ലാൻഡിങ്ങിൽ നിന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ എല്ലാവരും എണീറ്റ് വെക്കണം അല്ലേ ഓൾറെഡി സീറ്റുണ്ട് എല്ലാവരും പിടിച്ചിട്ട് എങ്ങോട്ട് പോകാൻ അങ്ങനെ ഈസൽ ആ വെള്ളത്തിൽ മാറിക്കും വാട്ടർ ഇങ്ങനെ കയറും നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ താഴത്തെ 2 റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഡോൾഫിൻസ് അതിനകത്ത് കിടന്ന് കുത്തി മറിയുമ്പോൾ താടിരിക്കുന്നവരുടെ മേത്തോട്ട് മൊത്തം അത് നനയും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് അവിടെ ബുക്ക് ചെയ്തവർക്ക് അവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓവർകോട്ട് പോലത്തെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളെന്താണേലും 3rd റോയിലാണ് ഇരുന്നത് അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും തെറിക്കാണ്ട് ഷോ കഴിയുന്നിടം വരെ സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റി
ഡോൾഫിൻ ഷോ ഒക്കെ കഴിഞ്ഞു. ഈ കാണുന്ന നീണ്ട നിര ആ കിടക്കുന്ന ഡോൾഫിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനുള്ളവരുടേതാണ്. അപ്പം ഞങ്ങളും അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തായിരുന്നു. കാരണം ഇത് കൊച്ചിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവളെ നിർത്തി ഫോട്ടോ എടുക്കാനായിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ചൂടായിരുന്നു, അവളുടെ തലയൊക്കെ വേർത്തൊട്ടി. പക്ഷെ എന്നാലും ഡോൾഫിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം അവിടെയുള്ളൊരു സ്റ്റാഫ് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഡോൾഫിൻ്റെ വാലിലും പിന്നെ അത് വേറൊരു എന്തോ ഒരു കുഞ്ഞു വാല് പോലത്തെ ഒരു സംഭവം അവിടെയൊന്നും തൊടരുത്, കണ്ണിലും തൊടരുത്, നോസിൻ്റെ അവിടെയൊന്നും തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇമേജ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. പിന്നെ ഫോട്ടോ വീഡിയോഗ്രാഫി അതിൻ്റെ അവിടെ അലോഡല്ല. ഞങ്ങളിങ്ങനെ ഡോൾഫിൻ ഷോ ഒക്കെ കഴിഞ്ഞിറങ്ങി. നല്ല ഷോ ആയിരുന്നു. അറിയില്ല, പക്ഷെ എന്നാലും മാക്സിമം ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഡോൾഫിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ 500 ബാത്ത് അവർ പേ ചെയ്തു. ഖത്തർ റിയാൽ, ഒരു 50 റിയാൽ. എന്താണേലും അത് എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം നനയും, നല്ല രീതിയിൽ നനയും. എൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു, നല്ലായിരുന്നു. ജോഷ് ഈ പ്രായത്തിലായിരുന്നപ്പോൾ ആണോ? ഞാൻ എന്തായാലും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത, കുറച്ച് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ അടുത്ത് നമ്മൾ എവിടെ പോണ അക്വേറിയം കാണാം. ഇവിടെ അടുത്തൊരു അക്വേറിയം ഉണ്ട്. അപ്പം അത് കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ പോവും. എനിക്ക് പൈസ കൊടുത്ത് എടുപ്പിച്ച ഫോട്ടോ ആയതുകൊണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നൈസ്. അവിടെ വീഡിയോ ഒന്നും അലൗഡല്ല. അവർ നമ്മൾ ഫോട്ടോ മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഏത് മോഡിലാണ് എന്തിലാണ് വേണ്ടത് അതാക്കി കൊടുക്കുക. അവർ നല്ല അടിപൊളിയായിട്ട് എടുത്ത്, ചുമ്മാ പേരിന് എടുത്ത് തരില്ല. കാരണം നമ്മൾ അവർ നല്ല എടുക്കാൻ അറിയാവുന്നവർ തന്നെയാന്ന് തോന്നുന്നു നിൽക്കുന്നത്. എന്തിനാണ് എടുക്കണത്, എങ്ങനെ എടുക്കണം എന്നൊക്കെ അറിയാവുന്ന ടീംസ് തന്നെ അങ്ങനെ. പക്ഷെ ശരിക്കും സമ്മതിക്കണമല്ല, ഹ്യൂമൻസ് അല്ലാത്തവരെ അവരത്രയും നല്ല അനുസരണയുള്ള. അതിൻ്റെ വാലയിലും ഒരു കുഞ്ഞിവാലും ഒരു വലിയ വാലും ഉണ്ട്. 2 വാലിലും കണ്ണിൻ്റെ ഇവിടെയും അവിടെ ഒന്നും തൊടരുതെന്ന് അവർ. ഞാൻ തൊട്ടില്ല, ഏസിലും അപ്പം തൊട്ടു. അയ്യോ, അതെ ഇപ്പൊ ചൂട് മാറി, ഇവിടെ മൂടലായി. ഞങ്ങള് ഇത് കാണാൻ വേണ്ടി വന്നേക്കും, അക്വേറിയം. ഞങ്ങൾ അന്ന് ഫസ്റ്റ് ഡേ വന്ന മോളിൻ്റെ ബേസ്മെൻറ്റിലാണ്. ബേസ്മെൻറ്റിൽ തന്നെയാണോ അത്? അതിൻ്റെ എൻട്രൻസിലെത്തിയപ്പോൾ ഇതുപോലെ കുറേ അവരുടെ ലോക്കൽ സ്വീറ്റ്സ്, ഫുഡ്, വാട്ടർ, പിന്നെ സുഷി പോലത്തെ തന്നെ ഒരു സാധനം, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ട് സെയിലും കാര്യങ്ങളൊക്കെ. അവൾക്കതെന്താണെന്ന് പോലും അറിയത്തില്ല. അത് ഓരോന്നും ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ മുന്നേ കഴിച്ചിട്ടുണ്ടെന്നുള്ള ഭാവത്തിൽ അവൾ എന്നോടൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. ഇത് നമ്മുടെ കോഴിക്കോട്ടെ പോലത്തെ എന്തൊരു സാധനം, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ വക ഒരു സാധനവും കഴിക്കുകയില്ല, കഴിച്ചുമില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ നീങ്ങുന്നു. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് ലക്ക് ചേട്ടൻ കൂടെയുണ്ട്. ഞങ്ങളിതെല്ലാം നോക്കി ജസ്റ്റ് വെറുതെ നിൽക്കുന്നു. പുള്ളിയെല്ലാം സെറ്റ് ചെയ്ത് തരുന്നു. പുള്ളി പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ റിജോ എന്നാണ്ടൊക്കെ അവിടെ സൈനും ചെയ്ത് കൊടുത്തു. അതെന്താണെന്ന് ഞാൻ ഈ നിമിഷം വരെ അന്വേഷിച്ചില്ല. പിന്നെ ഭർത്താക്കന്മാരുടെ കൂടെ പോകുമ്പം അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനതൊന്നും അന്വേഷിച്ചില്ല. പിന്നെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാമ്പ് അടിച്ച് തരും, ഒരു എൻട്രി സ്റ്റാമ്പ് പോലത്തെ ഒരു സംഭവം.
കൊച്ചിനും എനിക്കും റിജോയ്ക്കും അങ്ങനെ കിട്ടി. ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും അവരങ്ങനെ ഒരു സ്റ്റാമ്പ് കൊടുക്കും. അവൾക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവളെല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതുപോലെ ലക്കി ചേട്ടനെയും കാണിച്ചു, ആരാണ്ടൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ അക്വേറിയത്തിലെയും പോലെ തന്നെ കുറേ അൽക്കുലത്ത് മീനുകൾ, നല്ല നല്ല ഭംഗിയുള്ള മീനുകൾ. അവർ നന്നായിട്ടത് ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കടലിലോട്ട് കയറുന്ന പോലത്തെ ഒരു ഫീൽ. ഞാൻ കടലിൽ ഉള്ളിൽ പോയിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ കണ്ടൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നല്ല എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഈ മീനുകളിലൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. പിന്നെ കൊച്ച് നല്ല കാര്യമായിട്ട് ഇതൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് നമ്മുടെ മെയിൻ. പിന്നെ ഞങ്ങൾ അവളുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളും പുറകെ നടന്നു. പിന്നെ അങ്ങനെ കുറേ മീനുകൾ, ഇതൊക്കെ എന്ത് മീനാണോ, സ്രാവാണോ അതോ നെയ്മീനാണോ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു മീനുകളൊക്കെ കാണാനായിട്ട്. എല്ലാം ലൈവ് ഫിഷല്ലേ. അവളും അതൊക്കെ നോക്കി എന്നാണ്ടൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ അവളുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ പുറകെ നടക്കുന്നു. ആശാദി നല്ല ടയേർഡാണ്, പക്ഷേ അവൾ മീനൊക്കെ എല്ലാം കാര്യമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, കയ്യിലുള്ള സാധനമൊക്കെ തിന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ മീനുകളെ കണ്ട് ഞങ്ങളിങ്ങനെ അങ്ങ് പോയി അവസാനം അതാ അവൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ കയറി. ഇതൊക്കെ എവിടെ ചെന്നാലും ഉണ്ട്. ഞങ്ങളിത് കണ്ട് മടുത്ത്. ഇവക്കിത് മാത്രമേ കാണുമ്പോൾ പിടിക്കുകയുള്ളൂ. ഹായ്, നീമോനെ കിട്ടി. ക്ലൗൺ ഫിഷ്. ഇത് ഏറ്റവും അടിത്തട്ടിൽ താമസിക്കുന്ന മീനാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സൈസിൻ്റെ ഇരട്ടി സൈസുള്ള ഇതുപോലെ 2 ഗ്ലൗസ് അങ്ങോട്ട് തരും. ആ ഗ്ലൗസും ഇട്ടുകൊണ്ട് അയലയാണോ അതോ അയല പോലിരിക്കണ വേറെ ഏതെങ്കിലും മീനാണോന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു മീനെ വെട്ടിക്കണ്ടിച്ചൊരു 6-7-8 പീസാക്കി ഇതുപോലെ നമ്മുടെ കയ്യിൽ തന്നു വിടും. മീന് തീറ്റ കൊടുക്കാനാണ്. ഇത് മാർക്കറ്റ് ചെയ്തവൻ്റെ തല ഭയങ്കരം തന്നെ. ഞങ്ങൾ അവസാനം അങ്ങനെ നടന്ന് ഇവിടെ എത്തി. കൊച്ചിന് ഭയങ്കര സന്തോഷം. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് മീനെ ഇങ്ങനെ എടുക്കുന്നതും എറിയുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ 3 പേരും എടുത്തത് അവൾ തന്നെയാണ് എറിഞ്ഞത്. അങ്ങനെ അവൾ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇനിയും എറിയണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഊരി ഈ മാമൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നാണ്ടൊക്കെ പൊട്ടുകഥകളൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അവിടെ ഇരുത്തി. അവൾ ഞാൻ പറഞ്ഞ മണ്ടത്തരമൊക്കെ വിശ്വസിച്ച് എന്നാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു മാമിയും ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ഒരു മാമി. ആ മാമീനെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം ആ മാമീനെ പോലെ ഇങ്ങനെ നിൽക്കണമെന്ന്. പക്ഷെ നടന്നില്ല. പിന്നെ എന്നാണ്ടൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത മേച്ചിൽപ്പുറങ്ങളും തേടി ഇറങ്ങി. അവിടെ ഇതുപോലെ ഈ സ്റ്റാർ ഫിഷ് അങ്ങനത്തെ അൽക്കുലത്ത് സംഭവങ്ങളൊക്കെ അതിനെ നോക്കി ഞങ്ങൾ നിന്നു. അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇരുന്ന് പകുതി മനസ്സിലായില്ല, പകുതി മനസ്സിലായി. പിന്നെ എനിക്ക് വല്ല മനസ്സിലായിട്ട് വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ജെല്ലി ഫിഷ് ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. വെറൈറ്റി ടൈപ്പ് ഓഫ് ജെല്ലി ഫിഷ് അതും കണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവർ ഈ ഓർഗനൈസ് ചെയ്തും ലൈറ്റും സംഭവങ്ങളൊക്കെ. അങ്ങനെ പിന്നെ കൊച്ചിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നടന്നു. റിജോ ആണ് കൂടുതലും പറഞ്ഞു കൊടുത്തത്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒന്നും വലിയ കാര്യമായിട്ട് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് ഇതുപോലത്തെ ആടുന്ന ഒരു ഇതിനകത്ത്. ഇതെങ്ങനത്തെ എന്താണെങ്കിലും ഖത്തറിൽ എന്തായാലും ചെന്നിട്ട് ചെയ്യാനും പോണില്ല.
അവിടെ ഓപ്ഷനും ഇല്ല. പ്ലസ് അതിൻ്റെ കൂടെ ഒരു പ്രൊമോഷൻ ഇത് രണ്ടും കൂടെ നാട്ടിലെ മീൻസ് ഖത്തറിലെ 100 റിയാലിന് അവരോട് ചെയ്തു തരാൻ പറഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഹാഫ് ഡേ ഫിനിഷ്ഡ്. ഇനി തിരിച്ച് റൂമിലോട്ട്. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അതാ വീണ്ടും സുവനൈർ ഷോപ്പ്. അത് കണ്ടപ്പോൾ അതിനകത്ത് റിജോയ്ക്ക് എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞ അവസാനം അപ്പനെയും മോളെയും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് വലിച്ചിറക്കി അടുത്തതിൽ കയറ്റി. ഇതിൽ കാണുമൊന്നുമില്ല, പക്ഷേ AR നമ്മൾ മൊബൈലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ലൈവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡ്രാഗൺ ഉണ്ടോ, ഈ ഡ്രാഗൻ്റെ ഇത് ഇതിനകത്ത് കാണുമ്പോൾ ലൈവ് ആവും. ഉണ്ടോ, ഡ്രാഗൺ ലൈവ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അതുകൊണ്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ട് അവര് എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അല്ലി തന്നെയും തോടോട് കൂടി ഗ്രേപ്പ്, ഇതെന്തത് ഗാർലിക്കോ മാംഗോ, ബബിൾ ബാക്ക് ബോംബ്, എന്താ ബംബിളിസ് നാരങ്ങയാന്ന് തോന്നുന്നു. എന്ത് രസമല്ലേ. അയ്യോ, എനിക്ക് മാങ്ങാപ്പഴം വേണം. ഇതൊക്കെ ഒരുമാതിരി ഉണ്ടാക്കി വെച്ചേക്കണ പോലെ തോന്നണേ. ഇത് മേടിക്കാല്ലേ. അയ്യോ, എന്ത് പെർഫെക്റ്റ് ആയിട്ടോ കട്ട് ചെയ്തിരുന്നത്. പച്ചമാങ്ങ ഇത് കുറച്ച് മേടിച്ചുകൂടെ നമുക്ക് ഉപ്പിലിട്ടാലോ. പൈനാപ്പിൾ മാംഗോ ഒക്കെ മിക്സാ. അതോ ഒരു ബോക്സ് എടുത്തോ. എത്ര? 10 റിയാലോ. അവിടെ ലോലിപോപ്പ് എടുക്കണ്ടോ. അതിന്റെ സൈഡിൽ നിന്ന് ഇവള് ആ ജെല്ലി കഴിക്ക് പൊന്ന. അത് വേണ്ട. നമുക്ക് പിസ്സ കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ പിസ്സ മേടിച്ചു. പിസ്സ കഴിക്കാൻ പോവാലോ. പിന്നെ ഈ കാണുന്ന സാധനം ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചത് അത് പച്ചമാങ്ങയാണെന്നാ. പക്ഷെ ശരിക്കും ഇത് പച്ചമാങ്ങയല്ല, ഇത് മാംഗോ അല്ലേ. ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് എന്തോ റിജ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് മാംഗോ അല്ല എന്ന്. അത് ലെമണല്ല, എന്തോ മെലനാണെന്നാണ് പുള്ളി പറഞ്ഞത്. മെലൻ ഇതെന്ത് മെലൻ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ ചോയ്സ് കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവസാനം ഞങ്ങളിത് എന്താണെന്ന് ചോയ്സ് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പുള്ളി ഗൂഗിൾ ചെയ്തിട്ട് വേറെ എന്തോ ഒരു സാധനം കാണിച്ചു. എന്താണേലും റിജോയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് മേടിക്കാനും ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പം അതുകൊണ്ട് അതൊരു പാക്കറ്റ് മേടിച്ച് സാറത് ട്രൈ ചെയ്തു. കൊച്ചും തൊട്ടപ്പുറം ഒരു ചെറിയൊരു ക്യാൻഡി പോലത്തെ സംഭവങ്ങൾ മേടിച്ചു. അങ്ങനെ അവളുടെ കാര്യം സെറ്റ് ചെയ്തു. പിന്നെ അവൾ ഇങ്ങനെ പ്രാഞ്ചി എന്നാണ്ടൊക്കെ നോക്കി പെറുക്കി അങ്ങനെ നടന്നു. അധികം അവിടെ നിന്നാൽ ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവളെ നൈസായിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് നേരെ പിസ്സ ഹട്ടിലോട്ട് കയറ്റി. പിസ്സ ഹട്ടിൽ കയറ്റി അവൾക്ക് എന്താണ് വേണ്ടത്, എനിക്കെന്താണ് വേണ്ടത്, ലക്കി ചേട്ടൻ എന്താണ് വേണ്ടത് എന്നൊക്കെ റിജോ കാര്യമായിട്ട് ചോദിച്ച് ഞങ്ങൾ അവസാനം ഒരു ചിക്കൻ പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. കാരണം ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കുന്നതിലും എന്തുകൊണ്ടും എനിക്ക് നല്ലത് പിസ്സ ഹട്ടിൽ നിന്നൊരു പിസ്സ കഴിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ കഴിക്കണേ എന്ത് മേടിക്കുന്നു അതിൻ്റെ ഒരു പിസ്സ പറയുന്നത്. Can you make it spicy? Not spicy, but spicy.
Okay, spicy. എനിക്ക് വയ്യ തായ് ഫുഡ് ലോക്കൽ ഫുഡൊന്നും ട്രൈ ചെയ്ത് This is pork chop. ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ലോക്കൽ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് Yeah, of നല്ലതാണ് course.